കളി ഇനി ആണവായുധം വെച്ചുള്ളതാണ്. പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ലോകത്തെ ഒട്ടും ശുഭകരമായ ഒന്നിലേക്കല്ല നയിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാന ചർച്ചകൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപനങ്ങളെല്ലാം വെറും പാഴ്വാക്കുകളായി മാറിയിരിക്കുക കൂടിയാണ്. ലോകം ശ്വാസമടക്കി പിടിച്ച് കേൾക്കാൻ ഭയപ്പെട്ടിരുന്ന ആ വാർത്ത ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നു. ഇതൊരു വെറും ഭീഷണിയല്ല, ഒരു പ്രഖ്യാപനം കൂടിയാണ്. ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ 90% യുറേനിയം സമ്പുഷ്ടീകരണത്തിലേക്കാണ് തങ്ങൾ കടക്കുകയാണെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധമുനമ്പിലേക്ക് നീങ്ങുക കൂടിയാണ്. 90% എന്ന ആ ചുവപ്പ് രേഖയിലേക്ക് ഇറാൻ എത്തുമ്പോൾ യുദ്ധം അതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലേക്ക് മാറുക കൂടിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കർശനമായ മുന്നറിയിപ്പിൽ തള്ളിക്കൊണ്ടാണ് ഇറാൻ ഇത്തരമൊരു നീക്കത്തിന് തുനിഞ്ഞിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധകാഹളം മുഴങ്ങുമ്പോൾ അത് വലിയൊരു ആഗോള പ്രതിസന്ധിക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ഇസ്രായേലിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ ഒട്ടും വൈകാതെ ആണവായുധം ഉപയോഗിക്കുന്ന ഇറാൻ്റെ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കയുമായിട്ടുള്ള സംഘർഷം അതീവ ഗുരുതരമായി മൂർച്ഛിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ തങ്ങൾ വീണ്ടും ആക്രമിക്കപ്പെട്ടാൽ യുറേനിയം സമ്പുഷ്ടീകരണം ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ നിലയിലേക്ക് ഉയർത്തുമെന്ന ഇറാൻ്റെ മുന്നറിയിപ്പ് എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത് കൂടിയാണ്. ഇറാൻ്റെ പാർലമെൻറ്റ് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസി കമ്മീഷൻ വക്താവായിട്ടുള്ള ഇബ്രാഹിം റാസിയാണ് ഇക്കാര്യം ലോകത്തോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. തങ്ങൾക്കെതിരെ ഇനിയൊരു പ്രകോപനപരമായ ആക്രമണം ഉണ്ടായാൽ 90% വരെ യുറേനിയം സമ്പുഷ്ടീകരിക്കുക എന്നത് ഇറാൻ്റെ പരിഗണനയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷനുകളിൽ ഒന്നാണെന്നും ഇക്കാര്യം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം എക്സിലൂടെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുക കൂടിയാണ്. ഇറാൻ്റെ ആണവ പദ്ധതികൾ സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് അവർ ഇത്രയും കാലം അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിലവിൽ 60% വരെ സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം യുറേനിയം അന്താരാഷ്ട്ര ഏജൻസികൾക്ക് കൈമാറാൻ ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ സംശയമാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. 60% നിന്നും ആയുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള 90%ലേക്ക് എത്തുക എന്നുള്ളത് സാങ്കേതികമായി വളരെ ചെറിയൊരു പടി മാത്രമാണ്. ഇറാൻ ഒരു ആണവായുധം വികസിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക എന്നതാണ് താൻ ആരംഭിച്ച യുദ്ധത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ ലോകത്തോട് വ്യക്തമാക്കിയതുമാണ്. US വീണ്ടും ഒരു വലിയ സൈനിക നീക്കത്തിന് ഒരുങ്ങുന്നു എന്നുള്ള സൂചനകൾക്കിടയിലാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു പ്രകോപനപരമായ പ്രതികരണം ഉണ്ടാകുന്നത്. അതേസമയം തന്നെ ഇറാൻ്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കർശനമായ നിലപാട്. ഇറാൻ്റെ പക്കൽ ഇപ്പോഴും ആണവ വസ്തുക്കൾ ഉണ്ടെന്നും അവ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങൾ നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചിട്ടുണ്ട്. ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ തകർക്കേണ്ടതുണ്ട് എന്നും അവ എങ്ങനെ നീക്കം ചെയ്യണമെന്ന ചോദ്യത്തിന് അവിടെ നേരിട്ട് ചെന്ന് അത് പുറത്തെടുക്കുക എന്നതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. നെതന്യാഹുവിൻ്റെ ഈ വാക്കുകൾ കേവലം ഒരു ഭീഷണിയെ മാത്രം കാണാനും കഴിയില്ല. ഇസ്രായേലും ഈ കാര്യത്തിൽ അത്രത്തോളം ഗൗരവത്തോടെ ഇടപെട്ടിരിക്കുക കൂടിയാണ്. ഇസ്രായേൽ ഈ കാര്യത്തിൽ ഇടപെടുമ്പോൾ ഇറാൻ ഒട്ടും പിന്നോട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം വലിയൊരു തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തെപ്പറ്റി ഇസ്രായേൽ പറയുമ്പോഴും ആകെ ഓടി ഒളിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ ആ രാജ്യത്തിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാഖിലെ മരുഭൂമികളിലേക്ക് ഇസ്രായേൽ രഹസ്യമായിട്ട് ഒളിത്താവളങ്ങൾ ഉണ്ടാക്കുന്നു, അവിടെ വൻതോതിൽ സൈനിക വിന്യാസം നടത്തുന്നു. ആ സൈനിക താവളത്തിൽ നിന്ന് പല ഗൂഢപദ്ധതികളും ആസൂത്രണം ചെയ്യുന്നു. സ്വന്തം മണ്ണിൽ പോലും സുരക്ഷിതമല്ലെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്രത്തോളം രഹസ്യമായി ഇസ്രായേൽ ഇത്തരം നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെതന്യാഹു ഇപ്പോൾ വലിയൊരു ഭയത്തിലാണ് കഴിയുന്നതെന്ന് വേണം കരുതാനും. കാരണം ഭയത്തോട് ഓടി ഒളിക്കുന്ന ഒരു ഇസ്രായേലിനെയാണ് നമുക്കിവിടെ കാണാനും സാധിക്കുന്നത്. എന്നാൽ ഇറാൻ്റെ കാര്യം അങ്ങനെയല്ല. ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇറാൻ ഭയപ്പെട്ട് ഓടിച്ച ചരിത്രമില്ല. അവരങ്ങനെ ഒളിച്ചിട്ടുമില്ല. ഏത് വലിയ ശക്തിയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് നെഞ്ചി വിരിച്ച് നിൽക്കുന്ന ഇറാനെയാണ് ലോകം കണ്ടിട്ടുള്ളത്. മേഖലയിലെ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന ആ ശക്തമായ സൂചനയാണ് നെതന്യാഹു ഓരോ നിമിഷവും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ കൂടിയാണ്. നെതന്യാഹുവും ഇസ്രായേലും വലിയ ഭയത്തിലാണ് കഴിയുന്നത് എന്നതിന് തെളിവാണ് ഇറാഖിലെ രഹസ്യ താവളങ്ങൾ പോലും. എന്നാൽ ആ സുരക്ഷാ താവളങ്ങൾ പോലും സുരക്ഷിതമല്ലെന്ന വെളിപ്പെടുത്തലുമായി ഹിസ്ബുള്ള രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാഖിലെ ഇസ്രായേലിൻ്റെ രഹസ്യ താവളങ്ങളുടെ ദൃശ്യങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ഹിസ്ബുള്ള പകർത്തിയിട്ടുമുണ്ട്. ആ ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടതോടെ ഇസ്രായേലിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായും താറുമാറായിരിക്കുക കൂടിയാണ്. തങ്ങളുടെ രഹസ്യ താവളങ്ങൾ പോലും ശത്രുക്കൾ കണ്ടുപിടിച്ചിരിക്കും എന്നുള്ള വാർത്തകൾ അത് വരുമ്പോൾ ഇസ്രായേൽ സൈന്യത്തെ മാനസികമായി തകർക്കുന്ന ഒന്നുകൂടിയാണത്. ഇറാൻ പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ
ഗാലിബാഫിൻ്റെ പ്രസ്താവനകളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് കൂടിയാണ്. ഇറാനിയൻ ജനതയുടെ അവകാശങ്ങൾ അംഗീകരിക്കുകയല്ലാതെ അമേരിക്കയ്ക്ക് മുന്നിൽ മറ്റ് മാർഗങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. തങ്ങളെ അടിച്ചമർത്താൻ നോക്കിയാൽ അമേരിക്കൻ നികുതിദായകർ വലിയ വില നൽകേണ്ടി വരികയും ചെയ്യും. ഇറാനിയൻ സായുധ സേന ഏത് തരത്തിലുള്ള ആക്രമണത്തിനും ഉചിതമായ മറുപടി നൽകാൻ സർവ്വസജ്ജമാണ്. എല്ലാ ഓപ്ഷനുകൾക്കും ഞങ്ങൾ തയ്യാറാണ്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരിക്കും തങ്ങളുടെ പ്രതികരണമെന്ന ഗാലിബാഫിൻ്റെ വാക്കുകൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന കൂടിയാണ്. അമേരിക്ക ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള നടപടികളായിരിക്കും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറില്ല എന്ന ഉറച്ച നിലപാടാണ് അവർ നൽകുന്നതും. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറുമല്ല. ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും നൽകുന്ന പ്രഹരം ചെറുതുമല്ല. ട്രംപ് പല പ്രസ്താവനകളും നടത്തുന്നുണ്ടെങ്കിലും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുമില്ല. എന്നാൽ ഇറാൻ അങ്ങനെയല്ല. പറയുന്ന കാര്യങ്ങൾ അക്ഷരം പതി നടപ്പിലാക്കുന്ന ചരിത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. യുറേനിയം സമ്പുഷ്ടീകരണം 90% ഇറാൻ പറഞ്ഞാൽ അതവർ ചെയ്യുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. പശ്ചിമേഷ്യൻ യുദ്ധമുനമ്പിൽ നിന്ന് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് നിലവിലെ താൽക്കാലിക വെടിനിർത്തൽ വെറുമൊരു പ്രഹസനമാണെന്ന് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങൾ വെറും വേസ്റ്റ് ആണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. സമാധാനത്തിലുള്ള വാതിലുകൾ അമേരിക്ക കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അമേരിക്ക കൊട്ടിയടയ്ക്കുമ്പോൾ അത് വലിയൊരു പ്രതിസന്ധിക്കാണ് വഴി തുറക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ അമേരിക്കയും ഇസ്രായേലും അതീവ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ആ നിമിഷം ആണവ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് വൈറ്റ് ഹൗസ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇത്തരം ഭീഷണികളൊന്നും ഇറാന്റെ അടുത്ത് വിലപ്പോകില്ല എന്നാണ് അവർ പറയുന്നത്. യുദ്ധം കാരണം അമേരിക്കയിൽ ഇന്ധന വില കുതിച്ചുയരുകയാണ്. പണപ്പെരുപ്പം ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നുമുണ്ട്. എന്നാൽ ജനങ്ങളുടെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കാളൊക്കെ ഇറാന്റെ ആണവായുധ നിർമ്മാണം തടയാനാണ് താൻ മുൻഗണന നൽകുന്നതെന്ന് ട്രംപ് പറയുമ്പോൾ അത് സ്വന്തം രാജ്യത്ത് പോലും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നുമുണ്ട്. അമേരിക്കൻ ജനത തെരുവിലിറങ്ങി ട്രംപിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ 90% എന്ന ആ റെഡ് ലൈൻ മറികടന്ന് കഴിഞ്ഞാൽ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു കടുത്ത സൈനിക സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കും ഉണ്ടാകാൻ പോകുക. US ഇസ്രായേൽ സഖ്യം ഇറാന്റെ താവളങ്ങൾ ലക്ഷ്യമാക്കി അതിശക്തമായ വ്യോമാക്രമണം ആരംഭിക്കുകയും ചെയ്യും. ഇത് പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യയെ തള്ളിവിടുകയും ചെയ്യും. മിഡിൽ ഈസ്റ്റ് ഒന്നാകെ കത്തിയെരിയും. ആക്രമിക്കപ്പെട്ടാൽ ഇറാൻ ഒരിക്കലും മിണ്ടാതിരിക്കുകയുമില്ല. ആരും കണ്ടിട്ടില്ലാത്ത അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളുമായിട്ടായിരിക്കും അവർ പിന്നെ തിരിച്ചടിക്കുക. ഇസ്രായേലിനെതിരെയും മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഷി ഉപയോഗിക്കുകയും ചെയ്യും. ഇറാഖിലെ ഇസ്രായേൽ താവളങ്ങളും ഇറാന്റെ ലക്ഷ്യമാവുകയും ചെയ്യും. കൂടാതെ ലെബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂത്തികളും ഒരേ സമയം ഇസ്രായേലിനെ വളഞ്ഞ് ആക്രമിക്കുന്നതോടെ പശ്ചിമേഷ്യ ഒരു മഹായുദ്ധക്കളമായി മാറുകയും ചെയ്യും. ഇറാൻ ആണവായുധം നിർമ്മിച്ചാൽ അതോടെ മേഖലയിലെ ഒരു ആണവ മത്സരം തന്നെ തുടങ്ങുകയും ചെയ്യും. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇറാന്റെ ശത്രുരാജ്യങ്ങൾ സ്വന്തമായ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാവുകയും ചെയ്യും. അതിലുപരി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടാൻ സാധ്യതയുമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ലോകത്തെ ക്രൂഡ് ഓയിൽ വിതരണം പൂർണ്ണമായും സ്തംഭിക്കും. പെട്രോൾ ഡീസൽ വില ചരിത്രത്തിലില്ലാത്ത വിധം ഉയരുകയും ചെയ്യും. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഇതിൻ്റെ ഫലമായി അതിഭീകരമായ സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്യും. ഗൾഫ് മേഖലയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അവിടെ ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ ജീവിതം അപകടത്തിലുമാകും. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ തങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയും ചെയ്യും. അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒരു ദൗത്യമായി മാറുകയും ചെയ്യും. എണ്ണവില കൂടുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. ദൈനംദിന ജീവിതം നയിക്കുന്ന സാധാരണക്കാരുടെ ജീവിതം അതോടെ താറുമാറാകും. ഭക്ഷണത്തിനും മരുന്നിനുമായി ജനങ്ങൾ നെട്ടോട്ടമോടുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. പിന്നീട് അതായിരിക്കും കാണാൻ സാധിക്കുക. ചുരുക്കത്തിൽ ഇറാൻ 90% യുറേനിയം സമ്പുഷ്ടീകരണത്തിലേക്ക് കടന്നാൽ അത് തടയാൻ അമേരിക്ക നടത്തുന്ന ഓരോ സൈനിക നീക്കവും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴിമരുന്നിടുന്നതിന് തുല്യം കൂടിയായിരിക്കും. പശ്ചിമേഷ്യയിലെ ഈ കനൽ എപ്പോൾ വേണമെങ്കിലും വലിയൊരു അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി പാലിക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ഈ 90% എന്ന പരിധി അവർ കടക്കുകയാണെങ്കിൽ ലോകം പിന്നീട് കാണുന്നത് സർവനാശത്തിൻ്റെ കാഴ്ചകൾ കൂടിയായിരിക്കും. ഇസ്രായേലിനെയും അമേരിക്കയും തകർക്കുന്ന രീതിയിലുള്ള അത്യാധുനിക ആയുധങ്ങൾ ഇറാൻ പുറത്തെടുക്കുകയും ചെയ്യും. ആ പ്രഹരം എത്രത്തോളം മാരകമായിരിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയുകയുമില്ല. ലോകം ഒരു വലിയ ദുരന്തത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നതെന്ന് നിസ്സംശയം പറയേണ്ടി കൂടി വരും.